ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് ഫീഡ്ബാക്കിനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അത് കൂടാതെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, എങ്ങനെയാണ് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ പഠിക്കാം. സോ ലെറ്റ്സ് സ്റ്റഡി അബൌട്ട് ഫീഡ്ബാക്ക്. ഓക്കെ, സോ എന്താണ് ഫീഡ്ബാക്ക് എന്ന് ചോദിച്ചാൽ the process of injecting a fraction of the output energy from some device to the input of that device. That is known as feedback. അതായത് ഒരു ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട്, അതായത് ഒരു ഫ്രാക്ഷൻ ഓഫ് ദ ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ ഇൻപുട്ടിലേക്ക് തന്നെ ഇൻസെർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കണമെങ്കിൽ സർക്യൂട്ട് ഒന്ന് നോക്കി നോക്കുക. സോ ഇതൊരു സർക്യൂട്ടാണ്. സോ വേണമെങ്കിൽ നമുക്കിതിനെ ഒരു ആംപ്ലിഫയർ എന്ന് പറയാം. സോ യു ഹാവ് ആൻ ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ട് കിട്ടും. ആൻഡ് യു വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട് അക്രോസ് ദ റെസിസ്റ്റർ RL. ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഒരു പ്രത്യേക സർക്യൂട്ടിൽ കൂടെ വിട്ടു. ആ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ടേക്ക് എ ഫ്രാക്ഷൻ. ആ ഫ്രാക്ഷൻ ബീറ്റ എന്ന് പറയുന്നു. ദാറ്റ് ഈസ് VF. ബീറ്റ ഈസ് ഈക്വൽ ടു VF ബൈ V0, where VF ഈസ് ദ ഫീഡ്ബാക്ക് വോൾട്ടേജ്. അപ്പോൾ V0യിൽ VF എന്നുള്ള പാർട്ട് എടുത്തിട്ട് നേരെ എന്ത് ചെയ്തു, ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഓക്കെ, സോ ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഫീഡ്ബാക്ക്. അപ്പോൾ ഈ ഫീഡ്ബാക്കിന് പലതരത്തിൽ നമുക്ക് പറയാൻ പറ്റും. നൗ ദർ ആർ 2 ടൈപ്സ് ഓഫ് ഫീഡ്ബാക്സ്. ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. സെക്കൻഡ് വൺ ഈസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, സോ എന്താണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്, എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. സോ ഇവിടെ ഞാനൊരു സിഗ്നൽ കൊടുത്തു. സോ ലെറ്റ് ദാറ്റ് സിഗ്നൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഈ ആംപ്ലിഫയറിന് പ്രത്യേകത ഉണ്ട്. ഈ ആംപ്ലിഫയറിൽ കൂടെ ഈ സിഗ്നൽ കടന്നു പോകുമ്പോൾ അതൊരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും. സോ ഈ ആംപ്ലിഫയർ ഇതിനകത്ത് കൂടെ പോയപ്പോൾ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കി. സോ ദ ഔട്ട്പുട്ട് ഈസ് സംതിങ് ലൈക്ക് ദിസ്. അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി ഞാനിവിടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് കൂടെ കൊടുത്തു. സോ ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്ക് ഈ സിഗ്നലാണ് കൊടുക്കുന്നത്. സോ അതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഗെയിൻ പ്രൊഡ്യൂസ് എ ഷിഫ്റ്റ്. അപ്പോൾ ആദ്യം ഇവിടെ ഞാനൊരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇനി ഇത് ഇങ്ങോട്ട് ഇങ്ങനെ കൊടുത്തു പോവാണ്. സോ ഇവിടെ എനിക്ക് എന്ത് ചെയ്തു, ഇതിൻ്റെ ഫ്രാക്ഷനാണ് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നത്. സോ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഹിയർ ആൾസോ യു ആർ ഗെറ്റിംഗ് എ 180 degree phase shift. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ്ടായി, ഇൻപുട്ട് വോൾട്ടേജും ഫീഡ്ബാക്ക് വോൾട്ടേജും ഇൻ ഫേസിലാണ്. ഓക്കെ, സോ ഇതിൻ്റെ ഫേസ് എത്രയാണോ അത് തന്നെയാണ് ഇതിൻ്റെയും ഫേസ്. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ 360 ഡിഗ്രി ഫേസ്. ഓക്കെ, സോ that means this ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് രണ്ടും ഒരേ ഫേസ് ആയതുകൊണ്ട് ഇതിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് ഞാനിവിടെ പറഞ്ഞു. ഓക്കെ, ഇനി എപ്പോഴാണ് ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് വേണ്ടി വരിക നോക്കാം. അപ്പോൾ എന്താണിത്? അപ്പോൾ ഒറ്റയടിക്ക് ഞാൻ നോക്കി കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് പറയാം, എന്നിട്ട് പറയാം. നൗ വാട്ട് ഹാപ്പൻസ് ഇഫ് ദർ ഈസ് നോ 180 degree phase shift here?
അപ്പോൾ ഇവിടെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ദ ആൻസർ ഈസ് സിമ്പിൾ. നമുക്ക് കൊടുക്കുന്നത് ഇതാ ഇങ്ങനെയുള്ള ഒരു സിഗ്നൽ ആയിരിക്കും ഇൻപുട്ടിലേക്ക് വരിക. ദാറ്റ് മീൻസ് ഇവിടെ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫേസ് ആയിട്ടും ഔട്ട്പുട്ട് സിഗ്നലും തമ്മിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. സച്ച് എ ഫീഡ്ബാക്ക് ഈസ് നോൺ ആസ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഇപ്പോൾ മനസ്സ് തോന്നും ഇത് ഒരു ഇൻ ഫേസ് ആയി കഴിഞ്ഞാൽ നല്ലത് അല്ലേ? ഇൻ ഫേസ് ആയി കഴിഞ്ഞാൽ കൂടുതൽ സിഗ്നൽ ഒരേ സിഗ്നൽ ആയി കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ കൂടുതൽ അതൊക്കെ ചെയ്യാം. സോ വിച്ച് വൺ ഈസ് മോർ അഡ്വാൻറ്റേജസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ഒരു അക്യൂട്ട് ലുക്ക് അതിനകത്ത് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ തോന്നുക ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നല്ലത് എന്നാണ് നമുക്ക് ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. സോ അറ്റ് ഫസ്റ്റ് glance you will feel that the positive feedback might be better for you, but it is not. Actually, this has a lot of disadvantages. Now let's have a look at. അപ്പോൾ ഇവിടുത്തെ ഓരോ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഞാൻ പറയാം. ഇവിടെ ഞാനൊരു സിഗ്നൽ കൊടുത്തു, അതിങ്ങനെ ആംപ്ലിഫൈ ചെയ്തു വന്നു. അതിൻ്റെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇങ്ങോട്ട് ഇവിടെ കൊടുത്തു. ഇവിടെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നു. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടുത്തെ ഇത് രണ്ടും ഒരേ ഫേസിലാണെങ്കിൽ, സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേ ഫേസിലാവും. അപ്പോൾ ഒരേ ഫേസിലാണെങ്കിൽ എന്തുണ്ടാവും? ഈ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ സിഗ്നൽ കൂടും. അപ്പോൾ എന്തുണ്ടായി? ഇവിടെ പിന്നെയും കൂടി. സോ അഗെയിൻ ഇവിടെ കൂടി. ഓക്കെ, ഞാനതൊന്നുകൂടി ഡ്രോ ചെയ്തിട്ട് വരയ്ക്കാം. സോ സപ്പോസ് ദർസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട് എന്ന് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. അപ്പോൾ എന്തുണ്ടാവും? സോ ആദ്യത്തെ കേസിൽ ഇവിടുന്ന് ഇങ്ങനെ കൊടുക്കുന്ന സാധനം ഇവിടെ എത്തിയപ്പോൾ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടായതുകൊണ്ട് ആംപ്ലിഫൈഡ് ആയി. അതിനൊരു ഫ്രാക്ഷൻ ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതെന്തായി? ഇത് രണ്ട് ഇൻ ഫേസിലായതുകൊണ്ട് എന്തായി? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടിയപ്പോൾ എന്തുണ്ടായി? ഇവിടെ പിന്നെയും ആംപ്ലിറ്റ്യൂഡ് കൂടി. കാരണം ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കൂടിയ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യണം. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ആ എത്രയാണോ ഔട്ട്പുട്ട് സിഗ്നൽ അതിൻ്റെ ഒരു ഫ്രാക്ഷനാണ്, ഫിക്സഡ് ഫ്രാക്ഷനാണ് പോകുന്നത്. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ പിന്നെയും കൂടും. സോ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകും. ഓക്കെ, സോ അതെന്തുണ്ടാവുമെന്ന് വെച്ചാൽ ദാറ്റ് വിൽ കോസ് ഡിസ്റ്റോർഷൻ ആൻഡ് ഇൻസ്റ്റബിലിറ്റി. പക്ഷേ ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കേസ് ഉണ്ട്. ഓക്കെ, സോ പ്രധാനമായിട്ടും ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത്, സോ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് മെയിൻലി ഇൻ ഓസിലേറ്റേഴ്സ്. ഓക്കെ, സോ ഓസിലേറ്റേഴ്സിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ സിഗ്നൽ, ഒരു ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ദിസ് വിൽ കണ്ടിന്യൂ ടു ഓസിലേറ്റ്. ഇത് കൂടെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു സിഗ്നൽ ജനറേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, നൗ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കേസ് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഇൻ കേസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇത് രണ്ടും തമ്മിലൊരു ചെറിയ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഔട്ട് ഓഫ് ഫേസ് ആണ്, അല്ലെങ്കിൽ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ട്. സോ ദർ ഇസ് നോ ഫേസ് ഷിഫ്റ്റ് ഹിയർ. സോ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഈ ഇൻപുട്ട് സിഗ്നലും ഇതിനെ VF എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് വോൾട്ടേജും തമ്മിലുണ്ടാവും. ഓക്കെ, അതാണ് നമുക്ക് പ്രധാനമായിട്ടും നെഗറ്റീവ് ഫീഡ്ബാക്കിൽ വരുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ഫീഡ്ബാക്കിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സീരിയസ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ആംപ്ലിഫയേഴ്സിൻ്റെ കേസ് നമുക്കൊന്ന് നോക്കി നോക്കാം. ലെറ്റ്സ് ചെക്ക് ഔട്ട് എ കേസ്. സോ consider an amplifier. Okay, so amplifier inde input, maybe I think I should better draw a picture. So
ഇത് ആംപ്ലിഫയർ ആണ് ഗെയിൻ. ഓക്കെ, ഇവിടെയാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉള്ളത്. അതിനെ ഞാൻ ബീറ്റ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഓക്കെ. സോ ഇതാണ് സിഗ്നൽ. ഓക്കെ, സോ നമ്മുടെ സിഗ്നൽ നമുക്ക് ഇതിൻ്റെ ആംപ്ലിഫയർ വെച്ചിട്ട് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ സിഗ്നൽ കൊടുക്കുന്നു. സിഗ്നലിനകത്ത് എത്രയാണ് വരുന്നത്? അപ്പോൾ ഇവിടെ ഒരു 101 mV കൊടുക്കണം. ഔട്ട്പുട്ട് ഇവിടെ വരുന്നത് 10 V ആണ്. ഓക്കെ, ഈ ഫീഡ്ബാക്ക് സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു 100 mV അത് ഇങ്ങോട്ട് ഫീഡ്ബാക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇത് രണ്ടും തമ്മിൽ ഔട്ട് ഓഫ് ഫേസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ വിത്തൗട്ട് ഫീഡ്ബാക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസ് നോക്കിക്കഴിഞ്ഞാൽ the first case is that like we have so this is the feedback circuit, and the signal is here plus minus. I think I should give it a plus minus. ഈ പ്ലസ് എടുത്തിട്ട് നേരെ ഇവിടെയും പ്ലസ് മൈനസ് കൊടുക്കുക, പ്ലസ് മൈനസിലേക്കും അങ്ങനെയും കൊടുക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഓരോ ഔട്ട്പുട്ട് ഇതുണ്ടാവും. ഓക്കെ, so output of the amplifier, that is 10 volt. Okay, fraction of the fraction of the output is 100 millivolt. അത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? And that is given to the input. പക്ഷെ നമ്മൾ കൊടുത്ത സിഗ്നൽ ഒരു 101 millivolt ഉണ്ട്. സോ എഫക്റ്റീവ്ലി എന്താ ഉണ്ടാവുന്നത്? ഈ 101 millivolt ഇവിടെ 100 millivolt ഉണ്ട് അല്ലേ? പക്ഷേ ഇത് രണ്ടും നമ്മൾ ഔട്ട് ഓഫ് ഫേസ് ആവുകൊണ്ട് എഫക്റ്റീവ്ലി എന്താണ് ഇവിടേക്ക് വരിക? സോ ഒരു 1 mV മാത്രം വരും. ഓക്കെ, സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ദാറ്റ് മീൻസ് ഇവിടെ ഇങ്ങനെ ഈ 1 mV അപ്പോൾ എന്ത് ചെയ്യും? എഗെയിൻ ഇറ്റ് വിൽ ഗിവ് എ ഗെയിൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗെയിൻ ഒന്ന് നോക്കി നോക്കാം. സോ ഗെയിൻ ഓഫ് amplifier without feedback എന്താണ് വരിക? that is equal to output voltage 10 volt divided by input voltage എന്ത് വന്നു? 1 millivolt. so something like 10,000. okay, now fraction, feedback fraction is equal to എത്രയാണ് വന്നത്? 100 millivolt by 10 volt, 0.01. so the feedback fraction is equal to 0.01. now ഇവിടെ കൊടുക്കുന്ന, അപ്പോൾ ഇവിടെ എന്തുണ്ടായി? ഇവിടെ ഈ 100 volt വന്നപ്പോൾ ഇവിടെ 101 volt കൊണ്ട് വന്നപ്പോൾ എഫക്റ്റീവ്ലി ഇവിടെ വന്നത് 1 millivolt മാത്രമാണ്. അപ്പോൾ എന്തുണ്ടാവും? ഔട്ട്പുട്ട് എത്രയും മാറി? 1 millivolt ഇൻറ്റു ഈ പറയുന്ന ഫീഡ്ബാക്ക് ഗെയിൻ. സോ എത്ര ഇത് വരിക? സോ ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക്. ഓക്കെ, സോ അത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? ഈ ഗെയിൻ എത്ര വരും? ഈ ഇവിടെ വന്നത് 1 millivolt ആണ്. 1 millivolt ഇൻറ്റു
സോ ദാറ്റ് വിൽ ബി എബൌട്ട് 100. അതായത് എന്താണ്ടാവുന്നത് വെച്ചാൽ ഈ 10,000 നേരെ അങ്ങോട്ട് റെഡ്യൂസ് ചെയ്തിട്ട് 100 ആയിട്ട് അങ്ങോട്ട് മാറും. സോ മേ ബി ഐ ക്യാൻ ജസ്റ്റ് ചെക്ക് ഔട്ട്. സോ മേ ബി ഐ വിൽ ജസ്റ്റ് റൈറ്റ് ദ എക്സ്പ്രഷൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു 10 volt divided by 101 millivolt equal to 100. ഓക്കെ, അപ്പോൾ എന്താണ്ടാവുന്നത്? അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സോ വാട്ട് വി ലേൺ ഈസ് ദാറ്റ് വെൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് അപ്ലൈഡ് ദ ഗെയിൻ ഈസ് reduced. ഓക്കെ, അതായത് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് എന്താണ്? ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് എന്നുള്ളത് 10,000 ആണെങ്കിൽ, അല്ല, ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് 10,000 ആണെങ്കിൽ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്, ഓക്കെ, സോ ഞാനതിനെ എ എന്ന് വിളിക്കുന്നു. എ ഈസ് ഈക്വൽ ടു സംതിങ് ലൈക്ക് 100. ഓക്കെ, അതാണ് പ്രധാന ഒരു കാര്യമുള്ളത്. രണ്ടാമത്തത്, നമ്മളിങ്ങനെ ഒരു സിഗ്നൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജിലേക്ക് കൊടുക്കും. നമ്മൾ സിഗ്നൽ വോൾട്ടേജ് കൊടുത്തത് 101 millivolt. ഓക്കെ, പക്ഷേ നമ്മൾ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞത് ഏകദേശം 100 millivolt വന്നു. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് ഫേസ് ആണ്. അപ്പോൾ ദ ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് ഈസ് 1 millivolt. ആ 1 millivolt ആണ് അതിൻ്റെ ഫീഡ്ബാക്കിലേക്ക് പോകുന്നത്. അതായത് അതിൻ്റെ ഇൻപുട്ടിലേക്ക് പോകുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 millivolt മാത്രമായിട്ട് മാറിക്കഴിയും. നൗ മൂന്നാമത്തെ കാര്യം, നമ്മൾക്ക് ഒരു ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ബീറ്റ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. This always lies between 0 and 1. അടുത്തത്, the gain with feedback. Okay, gain with feedback, that is known as closed loop gain. Okay, that is known as closed loop gain. Okay, so gain without feedback നെ ചിലപ്പോൾ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്നും പറയാറുണ്ട്. ഓക്കെ, now let's find an expression for the gain of the voltage feedback amplifier. So let's find out an expression that is gain. അപ്പോൾ നമുക്ക് കൊടുക്കാം. ലെറ്റ്സ് ചെക്ക് ഔട്ട് ദാറ്റ്. നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അറിയുന്നത് നോക്കാം. സോ നമുക്കറിയാവുന്ന കാര്യമാണ് ഗെയിൻ ഓഫ് amplifier. Okay, amplifier without feedback is equal to AV. Okay, now നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജിനെ E0 എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഉണ്ട്. സോ ദ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു ബീറ്റ. സോ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു ബീറ്റ. സോ E0 വോൾട്ടേജിൻ്റെ ബീറ്റ ഫ്രാക്ഷനാണ് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നത്. സോ ദ വോൾട്ടേജ് വി ആർ ഗിവിങ് ആസ് ദ ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ബീറ്റ E0. ഫീഡ്ബാക്ക് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ബീറ്റ E0. ഇനി നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അതുപോലെ ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ, ഈ ഫീഡ്ബാക്ക് വോൾട്ടേജും തമ്മിൽ
ഔട്ട് ഓഫ് ഫേസ് ആയിട്ടാണ് ഉണ്ടാവാറ്. അതായത് 1 രണ്ടും തമ്മിലൊരു 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. ദാറ്റ് മീൻസ് ദ ടോട്ടൽ ഇൻപുട്ട് ടു ദ ആംപ്ലിഫയർ അല്ലെങ്കിൽ ആക്ച്വൽ ഇൻപുട്ട് ടു ദ ആംപ്ലിഫയർ ഈസ് ഈക്വൽ ടു നമ്മൾ കൊടുത്ത സിഗ്നൽ വോൾട്ടേജ്, അതിനെ ഞാൻ EG എന്ന് പറയുന്നു, മൈനസ് ബീറ്റ E0. ഓക്കെ, കാരണം ഇത് രണ്ടും തമ്മിൽ ഒരു ഔട്ട് ഓഫ് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇനി നമുക്കറിയാം ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? AV, അതായത് വിത്തൗട്ട് ഫീഡ്ബാക്ക് ഗെയിൻ ആണ് AV. അപ്പോൾ അവിടെ ആ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? EG മൈനസ് ബീറ്റ E0. സോ EG മൈനസ് ബീറ്റ E0 ഇൻറ്റു AV ഈസ് ഈക്വൽ ടു E0. അതാണ് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലേ? അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഗെയിൻ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് കിട്ടുക. നമുക്ക് ഈ എക്സ്പ്രഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു AV EG മൈനസ് AV ബീറ്റ E0 ഈക്വൽ ടു E0. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ E0 ഇൻറ്റു 1 പ്ലസ് AV ബീറ്റ ഈസ് ഈക്വൽ ടു AV ഇൻറ്റു EG, അല്ലെങ്കിൽ E0 ബൈ EG ഈസ് ഈക്വൽ ടു AV ബൈ 1 പ്ലസ് ബീറ്റ AV. ഓക്കെ, E0 ബൈ EG എന്താണത്? ദാറ്റ് ഈസ് ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക്. സോ വോൾട്ടേജ് ഗെയിൻ with feedback is equal to AV divided by 1 plus beta AV. Okay, so that is the concept of the feedback. അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. നൗ ഈ ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. So let's check about the advantages. Okay, so advantages എന്തൊക്കെയാണ് നോക്കാം. So the first one is gain stability. ഫീഡ്ബാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഗെയിൻ സ്റ്റേബിൾ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടൊന്ന് നോക്കി നോക്കാം. സോ AVF is equal to AV by 1 plus beta AV. സോ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് അത് എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ബീറ്റ AV എന്ന് പറയുന്ന ഈ സാധനം ദിസ് ഷുഡ് ബി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അപ്പോൾ എന്താ ഉണ്ടാവുക? മച്ച് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഇതിനകത്ത്? സോ ഇഫ് ബീറ്റ AV ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1, അതായത് ബീറ്റ AV ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 implies 1 പ്ലസ് ബീറ്റ AV ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ AV. സോ AVF is equal to AV by ബീറ്റ AV എന്ന് കിട്ടും. AV ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? 1 by ബീറ്റ അല്ലേ? അതായത് ഇവൻ ഡസൻ ഡിപ്പെൻഡ് അപ്പോൺ ദ AV മച്ച്. ഈ ഗെയിനെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ ഓരോ ഫീഡ്ബാക്ക് ഫ്രാക്ഷനെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ എഫക്റ്റ് എന്താ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഗെയിൻ ഈസ് പ്രട്ടി സ്റ്റേബിൾ. ഓക്കെ, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഗുണം. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ. ഓക്കെ,
സോ ഡിസ്റ്റോർഷൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ദ ഡിസ്റ്റോർഷൻ with feedback is equal to the distortion divided by 1 plus beta AV. ഈ പറയുന്ന എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല, അതൊക്കെ പിന്നീട് എന്താ പറയുക, നിങ്ങൾക്ക് ഇതൊക്കെ ഹയർ ഇലക്ട്രോണിക്സിൽ പഠിക്കാനുള്ളതാണ്, അതൊന്നും നിങ്ങൾക്ക് വേണ്ട. പി ജിക്കാർക്ക് പഠിക്കാൻ നിങ്ങൾക്കൊന്നുമില്ല. ഓക്കെ, സോ ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോർഷൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്, ഡി വി എഫ് എന്ന് പറഞ്ഞാൽ വിത്ത് ഫീഡ്ബാക്ക്. ഓക്കെ, സോ നമുക്കറിയാം ബീറ്റ എ ബി ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. സോ എന്തുണ്ടായി, ഡിസ്റ്റോർഷൻ ഈസ് ഓൾവേസ് ലെസ് അല്ലേ. ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിസ്റ്റോർഷൻ്റെ വാല്യൂ കൊണ്ട് കുറയും. 3 ഇംപ്രൂവ്സ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, സോ ഫ്രീക്വൻസി റെസ്പോൺസ് ഇതിനകത്ത് ഇംപ്രൂവ് ചെയ്യും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പ്രഷൻ തന്നെ വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. അത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളവരെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാറുണ്ട്. പക്ഷേ നമുക്ക് അത്ര ഡീറ്റെയിൽസ് ആയിട്ടൊന്നും നമുക്ക് ഇപ്പോൾ തൽക്കാലം പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഇംപ്രൂവ്സ് ദ ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അതായത് അതിൻ്റെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ചാൽ സംടൈംസ് ദ വോൾട്ടേജ് ഗെയിൻ ഈസ് independent of signal frequency. ഒരു പർട്ടിക്കുലർ അറ്റ്ലീസ്റ്റ് ഒരു പർട്ടിക്കുലർ റീജിയനിൽ, അതായത് നമ്മുടെ ഗെയിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പലപ്പോഴും ആദ്യത്തെ കേസിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറ്. ഓക്കെ, പക്ഷേ ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ അതെന്തുണ്ടാവും, അതൊരു വളരെ ഇങ്ങനെ പോയിട്ടുള്ളൊരു ഗെയിൻ ഉണ്ടോ. അപ്പോൾ അതൊരു വളരെ ഒരു ഹയർ റേഞ്ചിൽ ഇത് സ്റ്റേബിൾ ഗെയിനായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരാറുണ്ട്. Okay, then increases circuit stability. Okay, so if അതിനകത്തൊരു സർക്യൂട്ട് സ്റ്റെബിലിറ്റി അത് ഇൻക്രീസ് ചെയ്യും. 5ാമത്തെ, it increases input impedance and decreases output impedance. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യാൻ പോലും പറ്റുന്ന കാര്യങ്ങളിലൊന്നാണ്. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. We have Eg minus beta E0. എന്താണ് ദ Eg മൈനസ് ബീറ്റ E0 എന്ന് പറഞ്ഞാൽ? ദ ആക്ച്വൽ ഇൻപുട്ട് വോൾട്ടേജ്. അതിനെ എനിക്ക് ഇൻപുട്ട് കറണ്ട് I1 ഇൻറ്റു Zin എന്ന് എഴുതാം. അതായത് ഇൻപുട്ട് കറണ്ട് ഇൻറ്റു ഇൻപുട്ട് ഇംപെഡൻസ് എന്നായിട്ട് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഇതിനൊന്നും മാറ്റി എഴുതാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് Eg ഈസ് ഈക്വൽ ടു, ഈ Eg എന്നല്ല ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. Eg ഈസ് ഈക്വൽ ടു Eg മൈനസ് ബീറ്റ E0 പ്ലസ് ബീറ്റ E0 എന്ന് എഴുതി. ഓക്കെ, ഓക്കെ, now this is equal to Eg minus beta E0 into, ഓക്കെ, ഇവിടെ E0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Eg മൈനസ് ബീറ്റ E0 അല്ലേ. സോ പ്ലസ് ബീറ്റ AV into Eg മൈനസ് ബീറ്റ E0 എന്ന് എഴുതാം. കാരണം E0 ഈസ് ഈക്വൽ ടു Eg മൈനസ് ബീറ്റ E0 ഇൻറ്റു AV ആണ്. അപ്പോൾ അത് ഈ E0ക്ക് പകരം ഇതിവിടെ നേരെ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് ഈ എക്സ്പ്രഷനിലേക്ക് വന്നത്. ഓക്കെ,
അപ്പോൾ ഈ ഇ ജി മൈനസ് ബീറ്റ ഇ സീറോ ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെ എനിക്ക് ക്ലബ് ചെയ്തിട്ടൂടെ, ഈ ടേമിനെയും. സോ ഇ ജി മൈനസ് ബീറ്റ ഇ സീറോ ഇൻറ്റു 1 പ്ലസ് ബീറ്റ എ വി. ഓക്കെ, ഇനി ഇ ജി മൈനസ് ബീറ്റ ഇ സീറോ, ഇ ജി മൈനസ് ബീറ്റ ഇ സീറോയ്ക്ക് പകരം I1 ഇൻറ്റു Z1 എന്നാക്കി എഴുതാൻ എനിക്ക്. സോ ദിസ് ഈസ് ഈക്വൽ ടു I1 ഇൻറ്റു Zin ഇൻറ്റു 1 പ്ലസ് ബീറ്റ എ വി, or Eg by I1 is equal to Zn into 1 plus beta AV. Eg എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ വോൾട്ടേജ് ആണ്, I1 എന്നുള്ള ഇൻപുട്ട് കറണ്ടാണ്. സോ ഇതിനെ എനിക്ക് Zin ഡാഷ് എന്ന് എഴുതാം. Zin ഡാഷ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഇൻപുട്ട് ഇംപിഡൻസ് വിത്ത് നെഗറ്റീവ് വോൾട്ടേജ് ഫീഡ്ബാക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു Zin dash is equal to Zin into 1 plus beta AV. ഈ ബീറ്റ എ വി എന്നുള്ളത് നമുക്ക് മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ് അല്ലേ. സോ എന്തുണ്ടാവും, ഇൻപുട്ട് ഇംപിഡൻസ് അങ്ങോട്ട് കൂടും. ഓക്കെ, അതേപോലെ തന്നെ വി വിൽ ഗെറ്റ് Z dash out is equal to Z out divided by 1 plus ബീറ്റ എ വി, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഡിക്രീസസ് വിത്ത് ഫീഡ്ബാക്ക് എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് ഫീഡ്ബാക്കിനെ പറ്റിയിട്ട് കുറച്ച് പഠിക്കാനുള്ളത്. ഇനി ഫീഡ്ബാക്ക് സർക്യൂട്ടുകളുണ്ട്, അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് പലതരം ആംപ്ലിഫയേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളെല്ലാം പഠിക്കാണ്ട്, ഓസിലേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പഠിക്കാണ്ട്, ഓസിലേറ്റേഴ്സ് എങ്ങനെ വരുന്നത് നമുക്ക് പഠിക്കാണ്ട്, അതെല്ലാം അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതെല്ലാവരും നോക്കി വരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.